ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആഗമന കാലത്തിലെ 4-ാമത്തെ ഞായറാഴ്ച, മത്തായിയുടെ സുവിശേഷം 1-ാം 18 മുതൽ 24 വരെയുള്ള സുവിശേഷ ഭാഗം. യേശുവിൻ്റെ ജനനം, യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം തുടങ്ങുന്നത്. അവിടെ യൗസേപ്പ് പിതാവിന് നൽകുന്ന നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ ഗബ്രിയേൽ ദേവദൂതൻ വഴി, ദേവദൂതന്റെ പേര് പറയുന്നില്ലെങ്കിലും ദേവദൂതൻ വഴി സ്വപ്നത്തിൽ യൗസേപ്പ് പിതാവിന് ലഭിക്കുന്ന നിർദ്ദേശങ്ങളാണ് നമ്മൾ ഈ ഭാഗത്ത് വായിക്കുന്നത്. ഈ ഒരു ഭാഗത്തിലെ യൗസേപ്പ് പിതാവിനോട് പറയുന്ന, അല്ലെങ്കിൽ സ്വർഗം ആവശ്യപ്പെടുന്ന ഈ ദൗത്യം ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇത് പറഞ്ഞു തുടങ്ങുമ്പോൾ വ്യക്തമായിട്ടും യൗസേപ്പ് പിതാവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി മത്തായി സുവിശേഷകൻ എഴുതിയിരിക്കുന്ന ഒരു വാക്യമുണ്ട്. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനവിധേയാക്കുവാൻ ഇഷ്ടപ്പെടായികയാലും അവളുടെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതാണ് വായിക്കുന്നത്. ഇവിടെ വളരെ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്, ജോസഫ് നീതിമാനായിരുന്നു. നമ്മൾ പലയാവർത്തി നീതി എന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. നീതി സൂര്യനായ യേശുനാഥന്റെ ജനനത്തിരുന്നാളിലേക്ക് ദിവസങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ ഈ സുവിശേഷ ഭാഗത്ത് നമുക്ക് വീണ്ടും ധ്യാനിക്കേണ്ടത് നീതിയെക്കുറിച്ച് തന്നെയാണ്. കാരണം നമ്മളിങ്ങനെ ഞാനിത് ഈ ഒരു സുവിശേഷം എടുക്കാനായിട്ട് ചിന്തിച്ചൊരു കാരണം, ഈ ദിവസങ്ങളിലേക്ക് ഒരുപാട് അടുത്ത് ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനെ പരിപാടികൾ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആദരവുകൾ, സമ്മാനദാനം ഒക്കെ നടക്കുന്നുണ്ട്. പലപ്പോഴും നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നൊരു വസ്തുത, യാതൊരു വിധത്തിലും നീതിയില്ലാതെ, നീതിക്ക് പ്രാധാന്യം കൊടുക്കാതെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികളും സ്ഥാപനങ്ങളും ഒക്കെ നീതിയെക്കുറിച്ച്, അല്ലെങ്കിൽ നീതി സൂര്യനായ യേശുനാഥന്റെ ജനനത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങളിൽ പങ്കുവയ്ക്കുന്ന ദൃശ്യങ്ങൾ, അല്ലെങ്കിൽ സമ്മാനങ്ങൾ കൈമാറുന്നു, അല്ലെങ്കിൽ വലിയ ആഘോഷങ്ങൾ. നീതിയും കരുണയൊന്നും ഇല്ല, അതൊക്കെ വറ്റിപ്പോയി, അതില്ല. എന്നിട്ട് ക്രിസ്മസ് എന്തിനാ ആഘോഷിക്കുന്നുള്ളതാണ്. എന്തിനാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്? നീതി നിഷേധം വെച്ചിട്ട് ക്രിസ്മസ് ആഘോഷിക്കാൻ നമുക്ക് അവകാശമുണ്ടോ? നമ്മൾ എന്തിനാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്? ക്രിസ്മസ് ആഘോഷിക്കാൻ നമുക്ക് അവകാശമുണ്ടോ? ഇതാണ് ചോദ്യം. ഇപ്പൊ നീതിമാനായ ജോസഫിനെ കുറിച്ച് സുവിശേഷത്തിൽ പറഞ്ഞുകൊണ്ട് ഈ 4-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ നീതിബോധത്തെ കുറിച്ചാണ്. കാരണം നീതി സൂര്യന്റെ ജനനത്തിനാളിന് വേണ്ടി നമ്മൾ വരുന്നത്. ഒരു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഈ ബൈബിൾ ഈസ് ദ ബുക്ക് ഓഫ് ലവ് എന്ന് നമ്മൾ പലപ്പോഴും പറയുന്നുണ്ടെങ്കിലും ഇൻ റിയാലിറ്റി ബൈബിൾ ഈസ് ദ ബുക്ക് ഓഫ് ജസ്റ്റിസ് ആണ്. നീതിയുടെ പുസ്തകമാണ്. നീതിയുടെ പുസ്തകമാണ് ബൈബിൾ. ബൈബിൾ തുടങ്ങി തീരുന്നവരെ നീതിയെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. നീതികേടുകൾ, അതിന് കിട്ടുന്ന പ്രതിഫലങ്ങൾ, നീതി പാലിക്കുന്നവന് കിട്ടുന്ന പ്രതിഫലങ്ങൾ, ഇതൊക്കെയാണ് ബൈബിളിലുടനീളം നമ്മൾ വായിച്ചു പോകുന്നത്. നമ്മൾ വെറുതെ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ബൈബിളിലെ പ്രധാന വ്യക്തിത്വങ്ങൾ, ബൈബിളിൽ പഴയ പ്രധാന വ്യക്തിത്വങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അത് നീതിമാന്മാരായിരുന്നു എന്നുള്ളത്. നമ്മൾ നോഹയാണ് ഒരു പ്രധാനപ്പെട്ട വ്യക്തി ആദ്യം നമ്മൾ കാണുന്നത്. ആദത്തിന്റെ ഒരു നീതികേടാണ്, അനുസരണക്കേടായി മാറുന്നത്. പഴം ഭക്ഷിച്ചു എന്ന് പറയുന്നത്, എടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെ എടുത്തു എന്ന് പറയുന്നത് നീതികേടാകത്തില്ല. നമ്മൾ കാണുന്ന നോഹ, ഉൽപ്പത്തി 6:9 നമ്മൾ വായിക്കുമ്പോൾ നോഹ നീതിമാനായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ടും ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. നോഹയെ സൂചിപ്പിക്കാൻ വേണ്ടി നോഹ നീതിമാനായിരുന്നു, ഇത് വ്യക്തമാണ്. നമ്മൾ അബ്രഹാത്തിന്റെ സംബന്ധിലേക്ക് വരുമ്പോൾ, അബ്രഹാം ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു സംഭവമുണ്ട്. 24 മുതൽ 32 വരെ ദൈവവുമായിട്ട് അബ്രഹാം നടക്കുന്ന ഒരു സംഭാഷണം. അബ്രഹാം ഇങ്ങനെ നീതിമാന്മാരുടെ കണക്ക് പറയുക. 100 നീതിമാന്മാരുണ്ടെങ്കിൽ, 50 നീതിമാന്മാരുണ്ടെങ്കിൽ, 20 നീതിമാന്മാരുണ്ടെങ്കിൽ ഈ ദേശം നീ നശിപ്പിക്കുമോ? സൊദോം ഗൊമോറ നഗരത്തെ കുറിച്ചാണ്. നമ്മൾ ആ ഭാഗം വായിച്ചിട്ടുള്ളതുകൊണ്ടാണ് അത് വിശദമായിട്ട് പറയാത്തത്. അവസാനം 10 നീതിമാന്മാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നഗരം നശിപ്പിക്കുമെന്ന് വയ്ക്കും. ദൈവം പറഞ്ഞില്ല, 10 നീതിമാന്മാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ദേശത്തെ ഞാൻ ശിക്ഷിക്കത്തില്ല. പക്ഷെ 10 പേരിൽ ഇല്ലാത്തതിന്റെ പേരിലാണ് ആ നഗരം ശിക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ അബ്രഹാമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന വളരെ പ്രധാനപ്പെട്ട നീതിയുടെ ഒരു സംഭവമാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത്. പിന്നെ നമ്മൾ കാണുന്നുണ്ട് അബ്രഹാത്തിന്റെ ആ സംഭവത്തിൽ തന്നെ ഒരു പുരോഹിതൻ വരുന്നുണ്ട്, മെൽക്കിസദേക്ക്. ഈ മെൽക്കിസദേക്ക് എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ ഒരു രാജാവാണ്, രാജാവായ പുരോഹിതനാണ്. മേലക് സാദക് എന്ന് പറയപ്പെടുന്ന 2 വാക്കുകളിൽ നിന്നുമാണ് മെൽക്കിസദേക്ക് എന്ന വാക്ക് വരുന്നത്. നീതിയുടെ രാജാവ് എന്ന വാക്കിന് അർത്ഥം തന്നെ. അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ പേര് ശാലോം. നീതിയുടെ രാജാവ് ഭരിക്കുന്നിടം സമാധാനമുള്ളതായിരിക്കും.
അങ്ങനെയാണ് നമ്മൾ വായിച്ചെടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ബൈബിളിലുടനീളം നമ്മൾ വായിച്ചു വരുമ്പോൾ പിന്നെ യാക്കോബിന്റെ സംഭവത്തിൽ നമുക്കറിയാം, നീതികേട് കാണിച്ചു, സഹോദരനോട് നീതികേട് കാണിച്ചതിന് തിരിച്ചടി കിട്ടുന്നുണ്ട്. ലാബാനിൽ നിന്നും തൻ്റെ അമ്മായിയപ്പനിൽ നിന്നും ചതി കിട്ടുന്നുണ്ട്. അപ്പൊ നീതികേട് കാണിച്ച് ചതിച്ച യാക്കോബിന് അതുപോലെ തന്നെ തിരിച്ച് നീതികേട് കിട്ടുന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ ബൈബിളിലുടനീളം ഈ നീതിയുടെ കഥകളും നീതിയുടെ സംഭവങ്ങളും നീതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡാനിയലിന്റെ പുസ്തകം, ഈ ബൈബിളിൽ പഴയ നിയമത്തിൽ ഒരു ന്യായാധിപന്മാരുടെ പുസ്തകത്തിലും രാജാക്കന്മാരുടെ പുസ്തകത്തിലും ദാവീദിന്റെ സംഭവങ്ങളിലൊക്കെ ഈ നീതി വരുന്നുണ്ട്. പക്ഷെ ഡാനിയലിന്റെ പുസ്തകം വളരെ ശ്രദ്ധേയമായ ഒരു പുസ്തകമാണ്. ഡാനിയലിന്റെ പുസ്തകത്തിൽ പലതവണ ഈ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ നീതിയെക്കുറിച്ചുള്ള 2 സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഭിത്തിയിൽ ഈ നബൂഖദ്നേസർ രാജാവിന്റെ കൊട്ടാരത്തിൽ ഭിത്തിയിൽ ഒരു കൈ തെളിഞ്ഞു വന്നിട്ട് ഇങ്ങനെ മെനെ തെക്കേൽ പാർസീൻ എന്നെഴുതുന്ന സംഭവം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നുണ്ട് ഡാനിയൽ. നിന്നെ ഞാൻ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടു. നീതിയെക്കുറിച്ച് തന്നെ, നീതികേട് കാണിക്കുന്നവനെ തുലാസിൽ, നമുക്കറിയാം ഈ മിഖായേൽ ദേവദൂതന്റെ കയ്യിൽ ഒരു ത്രാസ് ഇരിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. നീതി ദേവതയുടെ കയ്യിൽ ഒരു ത്രാസ് ഉണ്ട്. തുലാസിൽ തൂക്കി കുറവുള്ളവനെ കണ്ടു എന്ന് പറയുന്നത് നീതിയുടെ തൂക്കമാണ് നമ്മൾ ദൈവം അളന്നെടുക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ ഈ ആ പുസ്തകം, ഡാനിയലിന്റെ പുസ്തകം അവസാനിക്കുമ്പോൾ തന്നെ സൂസന എന്ന് പറയപ്പെടുന്ന ഒരു നിഷ്കളങ്കതയായ പെൺകുട്ടിയുടെ മേൽ ചുമത്തപ്പെടുന്ന അകാരണമായി നീതികേടിൽ ചുമത്തപ്പെടുന്ന ആരോപണത്തിൽ നിന്നും അവളെ നീതിപൂർവ്വം വീണ്ടെടുക്കാനായിട്ട് ഇടപെടുന്ന ഡാനിയലിനെയാണ് നമ്മളവിടെ കാണുന്നത്. അപ്പൊ നമ്മുടെ ബൈബിളിലുടനീളം ഇങ്ങനെ നീതിയെക്കുറിച്ചാണ്. ഈ ആമോസ് ഉൾപ്പെടെയുള്ള യെശയ്യ, എസെക്കിയേൽ, ജെറമിയ, ഇവരൊക്കെ ഈ ഒരു ദൈവാരാധനയുമായി ബന്ധപ്പെട്ട നീതിയെക്കുറിച്ചും പ്രത്യേകിച്ച് ആമോസൊക്കെ ഈ സോഷ്യൽ ജസ്റ്റിസിനെ, സാമൂഹിക നീതിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നവരായി പ്രവാചകന്മാരെന്ന് പറയുന്നത്. നമ്മൾ പഴയ നിയമം തുടർന്നീളം നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. നമ്മൾ ക്രിസ്മസിലേക്ക് വരുമ്പോഴത്തേക്ക് ഈശോയുടെ ജനനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, ആവർത്തിച്ച് നമ്മൾ ധ്യാനിക്കാൻ സഭ ആവശ്യപ്പെടുന്ന ചില വ്യക്തികളുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും ജോസഫ്, മേരി, പിന്നെ നമ്മൾ കാണുന്ന സക്കറിയ, എലിസബത്ത്, സ്നാപക യോഹന്നാൻ, ഇവരെ എല്ലാവരെയും കുറിച്ച് ബൈബിള് അവരുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു ക്വാളിറ്റി പ്രസന്റ് ചെയ്യുന്നത് നീതി എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമ്മൾ ജോസഫിനെ കുറിച്ച് കണ്ടു, ജോസഫ് നീതിമാനായിരുന്നു. പിന്നെ നമ്മൾ കാണുന്നൊരു കാര്യം ഇതാണ്, ഈ മറിയത്തെ കുറിച്ച് പറയുന്ന നന്മ നിറഞ്ഞവളെന്ന് പറയുമ്പോൾ അതിലെല്ലാം ഉണ്ട്. പിന്നെ സക്രിയയെയും എലിസബത്തിനെ കുറിച്ച് പറയുന്ന ലൂക്ക 1:6 പറയുന്നുണ്ട്, അവർ നീതിനിഷ്ഠരായിരുന്നു, കർത്താവിന്റെ നിയമങ്ങൾ കൃത്യമായും കുറ്റമറ്റ വിധം പാലിച്ചവരാണ്. നീതിനിഷ്ഠരായിരുന്നു എന്ന് ആദ്യം പറഞ്ഞിട്ടാണ് ഈ നിയമങ്ങൾ പാലിച്ചവരായിരുന്നു എന്ന് രണ്ടാമത് പറയുന്നത്. അപ്പൊ സക്രിയയും എലിസബത്തും നീതിനിഷ്ഠരായിരുന്നു. എന്നിട്ട് നമ്മള് ഈ സ്നാപകനെ കുറിച്ച് കാണുമ്പോൾ മാർക്കോസ് 6:20 ഹെറോദോസ് സ്നാപകനെ കൊല്ലാനായിട്ട് ഒരുങ്ങുമ്പോൾ, പക്ഷേ അങ്ങനെ കൊല്ലാൻ പേടിയുണ്ട്, അയാളിങ്ങനെ സംരക്ഷിച്ചു പോരുന്നു. അപ്പം എന്തുകൊണ്ടാണ് സ്നാപകരെ ഹെറോദോസ് പേടിച്ചതെന്ന് മാർക്കോസ് സുവിശേഷം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഹെറോദോസിന് അറിയാമായിരുന്നു അവൻ നീതിമാനും വിശുദ്ധനുമായിരുന്നു എന്ന്. സ്നാപകൻ നീതിമാനും വിശുദ്ധനുമായിരുന്നു, ഹെറോദോസിന് അറിയാമായിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ നോക്കേണ്ടത് ഈ ഈശോയുടെ ജനനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈശോയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ പ്രധാന വ്യക്തികളുടെ എല്ലാം ക്വാളിറ്റി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീതിയാണ്, നീതിപൂർവ്വം ജീവിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈശോ പഠിപ്പിച്ച പാഠങ്ങളൊന്നും നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ പ്രസംഗം പറയുമ്പോൾ തന്നെ നമ്മൾ വായിക്കുന്നൊരു കാര്യമുണ്ട്. ഈ ബെയാറ്റിറ്റ്യൂഡ്സ്, അഷ്ടസൗഭാഗ്യങ്ങൾ പറയുമ്പോഴത്തേക്ക്, ആത്മാവിൽ ദരിദ്ര ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ്. നീതിപൂർവ്വം ജീവിക്കാനായി ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ദരിദ്രനായിരിക്കും. ഐ ഓപ്റ്റ് ദിസ് പോവർട്ടി. ഞാൻ ഈ ദാരിദ്ര്യത്തെ ഓപ്റ്റ് ചെയ്യുക, അത് ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ് എന്നാണ് നീതിമാൻ പറയുന്നത്. ഈ സ്നാപകൻ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ച് വെട്ടുകിളിയും കാട്ടുന്നതിനൊക്കെ ജീവിച്ചു മുൻപോട്ട് പോകുന്നു പറയുമ്പോഴത്തേക്ക് അയാൾക്ക് ആർത്തിയില്ല, അയാൾക്ക് അനീതിയില്ല, അയാൾക്ക് അഴിമതിയില്ല. അതുകൊണ്ട് അയാളിങ്ങനെ വളരെ മിനിമം കാര്യങ്ങൾ ഉപയോഗിച്ച് അയാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ മുമ്പ് കണ്ടു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇങ്ങനെ നീതിപൂർവ്വം ജീവിച്ചതിന്റെ പേരിൽ ദരിദ്രരായി പോയ മനുഷ്യർ, നീതികേടിൽ ജീവിച്ചിട്ട് സമ്പന്നരായ മനുഷ്യരും. ഇത് രണ്ടും നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കുന്ന വസ്തുതയാണ്. അപ്പൊ ആത്മാവിൽ ദരിദ്ര ഭാഗ്യവാൻ പറയുമ്പോൾ ഈ ദാരിദ്ര്യത്തെ നീതിക്ക് വേണ്ടി ഓപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. നീതി വിറ്റേജും കിട്ടുന്ന സമ്പത്ത് എടുത്ത് സമ്പന്നനാകാനായിട്ട് ശ്രമിക്കാതിരുന്ന, നീതി വിറ്റേജും കിട്ടുന്ന ഒരു പദവി കൈക്കലാക്കാൻ ശ്രമിക്കാതിരിക്കുന്ന വ്യക്തികളായിട്ട് ജീവിക്കേണ്ട ഉള്ളൊരു ഓർമ്മപ്പെടുത്തലോടു കൂടിയാണ് ഈശോയുടെ പ്രസംഗം ആരംഭിക്കുന്നത് തന്നെ. മറിയയിലെ പ്രസംഗത്തിന്റെ 1-ാം വാക്യം. പിന്നെ ആ അഷ്ടസൗഭാഗ്യങ്ങൾ എന്ന് പറയുന്നതിൽ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്, നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർ സംതൃപ്തരാക്കപ്പെടും.
തീരുമ്പോൾ വീണ്ടും പറയുകയാണ്, നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാൻ, മർസോഗ്നാജി അവരുടേതാണ്. ഇപ്പൊ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യം നീതി തന്നെ. നീതിക്ക് വേണ്ടി നിങ്ങൾ ദാഹിക്കുക, വിശക്കുക, നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുക. നീതിക്ക് വേണ്ടി നിലകൊള്ളുമ്പോഴത്തേക്ക് ചിലപ്പോൾ സംഘം ചേർന്ന് നിങ്ങളെ ആക്രമിച്ചെന്നിരിക്കാം. നിങ്ങളുടെ മേലധികാരികളും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരും പോലും നിങ്ങൾക്ക് എതിരെ നിന്ന് അല്ലെങ്കിൽ നിങ്ങളെ പഴി പറഞ്ഞെന്നിരിക്കാം. പക്ഷെ നീതിക്ക് വേണ്ടി നിലകൊള്ളുക. ഇതാണ് നമ്മൾ കൃത്യമായിട്ടും ഈ നീതിയുമായിട്ട് ബന്ധപ്പെട്ട പാഠം ഈശോ ഒന്നാമതായിട്ട് പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കുക. ഈശോയുടെ നീതി, ഈശോ പറയുന്നുണ്ട്, നിങ്ങളുടെ നീതി എന്ന് പറയുന്നത് നിയമജ്ഞരുടെ നീതി കണക്കാവരുത്. അവരുടെ നീതി അതിലംഘിക്കുന്നതാവണം, അവര് മറികടക്കുന്നതാവണം നിങ്ങളുടെ നീതി. എന്താണ് നമ്മൾ നീതി പഠിക്കേണ്ടത്? ഈശോയിൽ നിന്നാണ്. അതായത് സമൂഹത്തിന്റെ നീതി എന്ന് പറയുന്നത് സ്ഥാനമാനങ്ങൾ വെച്ചാൽ, നമ്മളിപ്പോൾ സമർപ്പിതരാണെങ്കിലും ഉന്നത അധികാരികൾ ആരാണെങ്കിലും ശരി, നീതി നടപ്പിലാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ നമ്മൾ കോടതിയുടെ കാര്യം പോലും, നമ്മളിപ്പോൾ ഈ ഇടയ്ക്ക് കണ്ട പല കാര്യങ്ങളുമുണ്ട്, പല ജഡ്ജ്മെന്റ്സ് ഉണ്ട്. നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. സമൂഹത്തിലെ നിലയും വരെയും അല്ലെങ്കിൽ സമൂഹത്തിലൊരു സ്ഥാനം, സമ്പത്ത്, പിടിപാട്, അധികാരം, രാഷ്ട്രീയമായിട്ടുള്ള ഒരു ബന്ധം, ഈ വക കാര്യങ്ങളുണ്ടെങ്കിൽ അയാളോട് കാണിക്കുന്ന നീതി ഒന്ന്. എന്നിട്ട് ഈ സമ്പത്തില്ല, പാവപ്പെട്ടവനാണ്, അല്ലെങ്കിൽ അയാൾക്ക് പിടിപാടുകളില്ല, അധികാരമില്ല, രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബന്ധമില്ല, ഇങ്ങനെയുള്ളവന്റെ കിട്ടാൻ പോകുന്ന നീതി വേറൊന്ന്. ഇതാണ് സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈശോയുടെ കാലഘട്ടത്തിൽ അതുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഈശോ പറയുന്നത്, നിയമജ്ഞരുടെ നീതി അല്ല ഞാൻ ഈ പറയുന്നത്, അതിനെ അതിലംഘിക്കുന്ന ഒരു നീതി ഞാൻ നിന്നെ പഠിപ്പിക്കുന്നുണ്ട്. അത് മാറാത്തതാണ്. അതിങ്ങനെ വ്യക്തികളെ നോക്കിക്കൊണ്ടോ അവരുടെ സ്ഥാനമാനങ്ങളും സമ്പത്തും നോക്കിക്കൊണ്ടോ പിടിപാട് നോക്കിക്കൊണ്ടോ മാറുന്നതല്ല എൻ്റെ നീതി. എൻ്റെ നീതി അചഞ്ചലമായിരിക്കും. അതാണ് നമ്മൾ ദൈവത്തിൽ പഠിക്കേണ്ടത്. അപ്പം നിങ്ങളുടെ നീതി നിയമജ്ഞരുടെ നീതിയെ അതിലംഘിക്കുന്നതാകട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഈശോ പഠിപ്പിക്കുന്ന, വ്യക്തമായിട്ടും ഈശോ പഠിപ്പിക്കുന്നതാണ്. മത്തായി 5:20 നീതിമാന്മാർക്ക് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ച് ബൈബിളിലുടനീളം അനേകം ഉപമകളിലൂടെ ഈശോ സംസാരിച്ചിട്ടുണ്ട്. നമ്മളത് വിശദീകരിക്കുന്നില്ല. പക്ഷെ നമുക്ക് കാണാൻ സാധിക്കുക, ഈ നീതിമാനെ സ്വീകരിക്കുന്നവരും അനുഗ്രഹം വരും. നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലം ഞാൻ നൽകും എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ ഓഫർ ചെയ്യുന്ന പോലുണ്ട്. ഒരു വലിയ അനുഗ്രഹം ഓഫർ ചെയ്യുന്ന പോലുണ്ട്. നീതിമാനെ നിങ്ങൾ പരിഗണിക്കുക. അയാൾ നീതിപൂർവ്വം ഒരു കാര്യം സംസാരിക്കുന്നുണ്ടെങ്കിൽ അയാളെ പൊട്ടനെന്നോ ഭ്രാന്തനെന്നോ പറഞ്ഞിട്ട് തള്ളിക്കളയല്ല വേണ്ടത്. അയാൾ പറഞ്ഞ കാര്യത്തിലെ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കുക, അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക, തിരുത്താൻ ശ്രമിക്കുക. നീതി നിഷേധം ഇങ്ങനെ പ്രളയം പോലെ തലയ്ക്ക് മീതെ പൊന്തി വരുമ്പോഴും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇരിക്കുന്നവരായി മാറാൻ പാടില്ല. അത് രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിലും സഭാ നേതാക്കന്മാരാണെങ്കിലും സാധാരണ വിശ്വാസിയാണെങ്കിലും ആരാണെങ്കിലും, അത് നീതി നിഷേധങ്ങൾ ഇങ്ങനെ തലയ്ക്ക് മീതെ വരുമ്പോഴും നമുക്കൊരു കുഴപ്പമില്ലെന്ന രീതിയിൽ നമ്മളതിൻ്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുക. ഒഴുക്കിനൊത്ത് നീതി പോകുന്ന മനുഷ്യമായിട്ട് മാറുക. തിരിഞ്ഞു നിൽക്കാനോ ഒഴുക്കിനെതിരെ നീന്താൻ നമുക്ക് സാധിക്കുന്നില്ലെന്നുള്ളതാണ്. ഇങ്ങനെ നീന്തിയവരാണ് വിശുദ്ധര്, രക്തസാക്ഷികൾ, നീതിക്ക് വേണ്ടി വിളിച്ചവർ. തോമസ് മൂറിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, ജോൺ ബിട്ടോ. ഇവരൊക്കെ നമ്മൾ അതിനെതിരെ പോയവരാ, എതിരെ നീങ്ങിയവരാ. അതുകൊണ്ട് എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രക്തസാക്ഷികളായി. പക്ഷെ അവർക്ക് ദൈവസന്നിധിയിൽ വലിയ വിലയുണ്ട്. ഇതെങ്ങനെ നീതിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളായി നമ്മൾ ഉടനീളം വായിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേയധികം പോയിന്റുകളുണ്ട്. പക്ഷെ നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, ഈ മൂന്നാണികളിൽ തൂങ്ങി ഈശോ കുരിശിൽ മരിച്ചു കിടക്കുമ്പോൾ ശതാധിപൻ ആ കുരിശിൽ മരിച്ചവരെ നോക്കിക്കൊണ്ട് പറഞ്ഞ വാക്യം മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 19-24 വാക്യങ്ങളിലായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ തീർച്ചയായും നീതിമാനായിരുന്നു. ഈശോയെ കുറിച്ച് പറഞ്ഞ ടൈറ്റിൽ അങ്ങനെയല്ല. ഈശോയായിട്ട് ബന്ധപ്പെട്ടവരെ കുറിച്ച് മാത്രമല്ല, ഈശോയെ കുറിച്ച് പറഞ്ഞ അങ്ങനെയല്ല. നമ്മൾ ഓർക്കണം, ഈശോയുടെ മൃതശരീരം കല്ലറയിൽ അടക്കാനായിട്ട് ഒരാൾ ഏറ്റുവാങ്ങി. അരിമത്യാക്കാരൻ ജോസഫ് എന്ന പേര്. അയാളെ കുറിച്ച് പറയുന്ന ഒരു വാക്യമുണ്ട്. അയാളെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂക്ക 23:50 പറയുന്നുണ്ട്, അരിമത്യാക്കാരൻ ജോസഫ് നീതിമാനായിരുന്നു, അങ്ങനെ പറയുന്നത്. അപ്പോൾ ഈശോയുടെ ജനനത്തിന് വേണ്ടി കാലിത്തൊഴുത്ത് കൊട്ടാരം പോലൊരുക്കിയ ആദ്യത്തെ ജോസഫും ഈശോയുടെ മരണാനന്തരം തൻ്റെ കല്ലറ വിട്ടു നൽകിയ, രാജകീയമായ രീതിയിൽ ആ കല്ലറയിൽ അടക്കം ചെയ്യാൻ ഒരുങ്ങിയ അരിമത്യാക്കാരൻ ജോസഫും, ഇവർ രണ്ടുപേരും കുറിച്ച് പറയുന്നത് നീതിമാനം തന്നെ. ആ തുടക്കവും കൊടുക്കവും നീതിമാനം തന്നെ നമ്മൾ കാണുന്നത്. കൃത്യമായിട്ടും ഈ നീതിബോധത്തെ ജീവിക്കാനായിട്ടാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് മാത്രമാണ് പാഠം യഥാർത്ഥത്തില്. ഓർക്കണം, ഈശോ പിതാവായ ദൈവത്തെക്കുറിച്ച് പ്രസന്റ് ചെയ്തൊരു വാക്യമുണ്ട്, യോഹന്നാൻ 17:25. എൻ്റെ പിതാവ്, സ്വർഗസ്നായ പിതാവ് നീതിമാനായിരിക്കുന്നവൻ, നീതിമാനായ എൻ്റെ പിതാവ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നൊരു വാക്യം നമുക്ക് കാണുന്നുണ്ട്.
പിതാവായ ദൈവം നീതിമാനാണ് എന്ന് ഈശോ പറയുന്നു. നീതിമാനായ ഈശോ പറയുന്നുണ്ട് പിതാവായ ദൈവം നീതിമാനാണ്. ഈ സ്വർഗസ്നായ പിതാവ് എന്ന് പ്രാർത്ഥന ഒന്ന് ആലോചിച്ച് നോക്കണം. സത്യത്തിലെ നീതിയുടെ പ്രാർത്ഥനയാണ്. സ്വർഗസ്നായ എൻ്റെ പിതാവേ എന്നല്ല, ഞങ്ങളുടെ പിതാവേ, എല്ലാവർക്കും കിട്ടണം. നീതിബോധമാണ്. അന്നന്ന് വേണ്ട അപ്പം തരണം. ആർത്തിയില്ല, അഴിമതിയില്ല, പിടിച്ചുപറിയില്ല. വല്ലവന്റെ പലർക്കായിട്ട് അവകാശപ്പെട്ട വല്ലവർക്കായിട്ട് അവകാശപ്പെട്ടതൊക്കെ എനിക്ക് വേണമെന്നുള്ള ചിന്തയില്ല. ദരിദ്രർക്കുള്ളത് ദരിദ്രർക്ക്, എനിക്ക് വിഴുങ്ങണമെന്നുള്ള ചിന്തയില്ല. അതൊക്കെ വിഴുങ്ങിക്കൊണ്ടാണ് ഞാനിങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാനിങ്ങനെ സമ്പന്നനായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അത് തെറ്റാണെന്നുള്ള ബോധമുണ്ട്. അപ്പൊ അതുകൊണ്ട് പറയുന്നത് അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണം. ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കണം. ഇതൊക്കെ നീതിയാണ്. ഇതിലുടനീളം പറഞ്ഞു പോകുന്ന നീതിയാണ്. ബൈബിളിൽ ഏത് വരിയാണ് നീതിയെക്കുറിച്ച് സംസാരിക്കുന്നതല്ലാത്തതായിട്ടുള്ളതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് നമ്മൾ അങ്ങനെ ചിന്തിച്ചു വരുമ്പോൾ അതിലുടനീളം നമ്മളങ്ങനെ വെളിപാട് പുസ്തകത്തിലേക്ക് അത്രയും അങ്ങോട്ട് പോകുന്നില്ല. പക്ഷെ നമ്മൾ ഓർക്കേണ്ടത് ഈ നീതിയെക്കുറിച്ചാണ്. ഈ നീതി നടപ്പിലാക്കാൻ പറ്റാതിരുന്നിട്ട് ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്തിയിട്ട് എന്താണ് പ്രയോജനം? ക്രിസ്മസ് റാലികൾ നടത്തിയിട്ട്, ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്തിയിട്ട്, ക്രിസ്മസ് സന്ദേശം നൽകിയിട്ട്, ക്രിസ്മസിന് പാതിരാ കുർബാനയിൽ പങ്കെടുത്തിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. ക്രിസ്മസിന് വിഭവസമൃദ്ധമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. നീതി നടപ്പിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തു. അപ്പൊ ഈ നീതി സൂര്യനായ യേശുനാഥന്റെ ജനനമാണ് ഡിസംബർ 25. അത് നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ സഭ പഠിപ്പിക്കുന്ന പാഠമാണ്. അതിലേക്ക് പോകുമ്പോഴത്തേക്ക് അവർക്ക് ഒരു കുഞ്ഞ് റെഫറൻസ് കൂടി പറഞ്ഞിട്ട് ഈ ചിന്തകൾ അവസാനിപ്പിക്കുകയാണ്. ഈ ദിലക്സിത്തെ എന്ന് പറയപ്പെടുന്നത് ലിയോ 14 പാപ്പയുടെ അപ്പോസ്തലിക ഉദ്ബോധനമാണ്. നോസ് എന്ന് പറയുന്ന ഫ്രാൻസ് പാപ്പയുടെ ലേഖനത്തിന്റെ ഒരു തുടർച്ച എന്നോണമാണ്. അതൊരു കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ദിലക്സിത്തെ ഇരിക്കുന്നത്. അത് ഇതിന് എബൌട്ട് ദ ലവ് ടുവേർഡ്സ് പുവർ എന്നാ ഇതിന്റെ സബ് ടൈറ്റില്. ദരിദ്രരോടുള്ള സ്നേഹത്തെക്കുറിച്ച് എന്നാണ് ഇതിന്റെ സബ് ടൈറ്റില്. ഇതിന്റെ ഒന്നാമത്തെ കണ്ണിക നമ്മൾ ഒന്ന് വായിക്കണമെങ്കിൽ നമ്മൾ ഒന്ന് വായിക്കാം. അതിങ്ങനെയാണ്: ഞാൻ നിന്നെ സ്നേഹിച്ചു. അങ്ങനെയാണ് തുടങ്ങുന്നത്. ദിലക്സിത്തെ എന്ന് പറയുന്നതിന്റെ അർത്ഥം ഞാൻ നിന്നെ സ്നേഹിച്ചു. എന്നിട്ട് പറയുന്നുണ്ട് ദരിദ്രരോടുള്ള സ്നേഹത്തെക്കുറിച്ച് എല്ലാ ക്രൈസ്തവർക്കുമുള്ള പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പായുടെ അപ്പോസ്തലിക ഉദ്ബോധനം. ഒന്നാമത് കണ്ണിക: ഞാൻ നിന്നെ സ്നേഹിച്ചു. വെളിപാട് 3:9. അതാണ് ആ വാക്യം. മറ്റു ചിലരെ പോലെ സ്വാധീനമോ വിഭവങ്ങളോ ഇല്ലാത്തവരും അക്രമവും അവജ്ഞയും അനുഭവിക്കുന്നവരും ആയിരിക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹത്തോടാണ് കർത്താവ് ഈ വചനം സംസാരിച്ചത്. നിന്റെ ശക്തി പരിമിതമാണ്. അവരെ ഞാൻ നിന്റെ കാൽക്കൽ വരുത്തി കുമ്പിടിക്കും. വെളിപാട് 3-ാം 8 മുതൽ 9 വാക്യങ്ങൾ, 8-9 വാക്യങ്ങൾ. ഈ വചനം എന്നിട്ട് പാപ്പ പറയാണ്, ഈ വചനം മറിയത്തിന്റെ സ്തുതിഗീതത്തിലെ വാക്കുകളെ ഓർമ്മിപ്പിക്കുന്നു. ശക്തന്മാരെ സിംഹാസനത്തിൽ മറിച്ചിടും, എളിയവരെ ഉയർത്തി, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. ലൂക്ക 1:52-53. ഇതാണ് ഒന്നാമത്തെ ഖണ്ഡിക. അപ്പൊ ഇത് വ്യക്തമായിട്ടും പറയുന്നൊരു കാര്യം ഇതാണ്: ദരിദ്രൻ എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ ഈ ദരിദ്രന് വേണ്ടി നൽകപ്പെടേണ്ട കാര്യങ്ങൾ, ചാരിറ്റി എന്ന് പറയുന്നത് ഔദാര്യമല്ല, അത് പിച്ചക്കാശല്ല, അവന്റെ അവകാശമാണ്. ദരിദ്രന്റെ അവകാശമാണ് ചാരിറ്റി എന്ന് പറയുന്നത്. കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അത് ഇല്ല, അത് കൊടുക്കുന്നില്ല, അതും കൂടെ ഞാൻ പിടിച്ചു വെക്കും എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ സമ്പന്നനായവനെ കുറിച്ചാണ് പറയുന്നത്. ഈ ശക്തന്മാരെ സിംഹാസനത്തിൽ മറിച്ചിടും, എളിയവരെ ഉയർത്തും, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കും. സമ്പന്നരെ എങ്ങനെ സമ്പന്നനായവരെ, ബാക്കിയുള്ളവർ കിട്ടേണ്ടത് പിടിച്ചു വെച്ച് സമ്പന്നനായവരെ വെറും കൈയോടെ പറഞ്ഞു വയ്ക്കും ആണ് പറഞ്ഞു വയ്ക്കുക. അത് രാഷ്ട്രീയത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും എല്ലാം ഇങ്ങനെ തന്നെ നമുക്ക് കാണാം. നമ്മുടെ വ്യക്തി ജീവിതത്തിലാണെങ്കിലും അങ്ങനെ കാണാൻ സാധിക്കുക. നീതി നിഷേധങ്ങൾക്കെതിരായിട്ടുള്ളൊരു ആഹ്വാനം. ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് തന്നെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഓർക്കണം, സഭ നമ്മളോട് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. സഭയിലൂടെ ക്രിസ്തുവാണ് ഇത് ആവശ്യപ്പെടുന്നത്. നീതിമാനായ ഈശോ ഇത് ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പം ഈശോയുടെ ജീവിതവുമായി ചുറ്റിപ്പറ്റി നിന്ന സകലമാന മനുഷ്യരുടെയും ക്വാളിറ്റി ആയിട്ട് തിരുവചനം നമുക്ക് പറയുന്നത് അവർ നീതിമാന്മാരായിരുന്നു. എന്താ അതിൻ്റെ അർത്ഥം? ഇൻ ഷോർട്ട്, നമ്മൾ ഈ കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയാനായിട്ട് കാര്യമുള്ളൂ, ഈശോയുടെ ജീവിതത്തോട് ചേർന്ന് ജീവിക്കാനാണ് നീ ആഗ്രഹിക്കുന്നെങ്കിൽ നീയും നീതിമാനാകുക. അല്ലെങ്കിൽ അത് പറ്റത്തില്ല. പിന്നെ അതിൻ്റെ കുറെ ലക്ഷണങ്ങൾ അത് കാണിക്കാൻ പറ്റും. പക്ഷെ
ഇൻ റിയാലിറ്റി നമ്മൾ അങ്ങനെ അല്ല എന്നുള്ളതാണ്. അപ്പം നീതിയോടെ ജീവിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു നിശബ്ദത കൊണ്ട് പോലും നമ്മൾ നീതി നിഷേധത്തിൽ പങ്കുചേരാൻ പാടില്ല എന്ന് ഓർമ്മിപ്പിക്കുന്ന ഈ ഒരു ദിവസം കൂടിയായിട്ട് നമുക്കിതിനെ കാണാം. നീതി സൂര്യൻ്റെ ജന്മത്തിരുന്നാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നീതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കുറെ കൂടി ഗൗരവമായിട്ട് ചിന്തിക്കാനും തിരുത്തുവാനുള്ള കൃപയ്ക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.